സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. നായർ സർവീസ് സൊസൈറ്റിയുടെ സുകുമാരൻ നായർ അവർ 2-3 ഇൻ്റർവ്യൂകൾ കൊടുത്തായിരുന്നു. ഇന്നും പത്രങ്ങളിലുണ്ട്, ഓൺലൈൻ പത്രങ്ങളിലുണ്ട്, ഇംഗ്ലീഷ് പത്രങ്ങളിലുണ്ട്. അങ്ങനെ ഇൻ്റർവ്യൂകൾ കൊടുത്തപ്പോൾ അതിനകത്തൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് വന്നോ എന്നൊരു സംശയമുണ്ട്. ഈ സമദൂരത്തിലൊരു ശരിദൂരം, ശരിതീരത്തിലൊരു പ്രശ്നാധിഷ്ഠിത ദൂരം, ഇങ്ങനെ ദൂരത്തിൻ്റെ അകലം കുറയുകയാണോ, അടുത്ത് നിന്നുകൊണ്ട് ദൂരം അരികെ എന്നൊക്കെ പറയുകയാണോ എന്നുള്ള സംശയം സ്വാഭാവികമായും ജനങ്ങളിടയിൽ വന്നു. അങ്ങനെ വന്നതിൻ്റെ ഭാഗമായി നിരവധി പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് എല്ലാ കാലവും NSSുമായി നല്ല അടുപ്പത്തിലും, കോൺഗ്രസ്സുകാർ നല്ലൊരു വിഭാഗം NSSൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ NSSുകാർ നല്ലൊരു ഭാഗം കോൺഗ്രസിൻ്റെ കൂടെയാണ്. കുറച്ച് പേര് ഇപ്പോൾ BJP പോയിട്ടുണ്ടെങ്കിലും നല്ലൊരു ഭാഗവും കോൺഗ്രസിൻ്റെ കൂടെയാണ്. പ്രത്യേകിച്ച് മന്നത്ത് പത്മനാഭൻ അവരുടെ കാലം മുതൽ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെയും അതുപോലെ തന്നെ മറ്റ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും നഖശികാന്ത് വിമർശിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊന്നും ആരും പോകരുത്, അത് നശിപ്പിക്കും ജനങ്ങളെ എന്നൊക്കെ പറഞ്ഞ് വലിയ ആഹ്വാനം നടത്തിയിട്ടുണ്ട് മന്നത്ത് പത്മനാഭൻ അവർകളൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ അന്ന് മുതലേ ഒരു കോൺഗ്രസ് പശ്ചാത്തലമുള്ളതാണ്. പ്രത്യേകിച്ച് K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PJ കുര്യൻ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, പിന്നെ ഇവരെ ഒരു വലിയ ടീം ഇപ്പോൾ നമ്മുടെ NSSുമായി നല്ല ബന്ധത്തിലാണ്. ഇപ്പോൾ PJ കുര്യൻ പേര് കൊണ്ട് ക്രിസ്ത്യാനിയാണെങ്കിലും നല്ല ബന്ധത്തിലാണ് പെരുന്നയുമായി. അതുപോലെ രമേശ് ചെന്നിത്തല ഇടയ്ക്ക് അവിടെ പോവുകയും സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്ത് വളരെ വലിയ ബന്ധത്തിലാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നല്ല ബന്ധത്തിലാണ്. K മുരളീധരൻ അതിനേക്കാൾ വലിയ ബന്ധത്തിലാണ്. പക്ഷേ ബന്ധം കുറഞ്ഞു നിൽക്കുന്ന ആളാണ് VD സതീശൻ. VD സതീശൻ എല്ലാവരുമായിട്ടൊരു ബന്ധക്കുറവുണ്ട്. അദ്ദേഹം ഈ ജാതിമത സംഘടനകളുമായിട്ട് ഒരുപാട് അകലത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അദ്ദേഹത്തിൻ്റെ കാര്യം പറയാതിരിക്കുകയാണ് നല്ലത്. ആരുടെ കാര്യം? നമ്മുടെ VD സതീശൻ്റെ കാര്യം. അതേസമയം സണ്ണി ജോസഫ് ക്രിസ്ത്യാനിയുമാണല്ലോ. എത്ര തന്നാലും പോയാലും ഒരു നായരിസോ എന്ന് പറഞ്ഞു ഒപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും പരിമിതിയുള്ള സ്ഥലത്താണ് ഇവരിറങ്ങാൻ പോകുന്നത്. പക്ഷേ അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. KC വേണുഗോപാൽ ഉണ്ടല്ലോ. KC വേണുഗോപാൽ മറ്റേ നല്ല ടേംസ് അല്ല. ആലപ്പുഴയിൽ നിന്ന് MP ആണെങ്കിൽ പോലും നല്ല ടേംസിലല്ല. കാര്യം KC വേണുഗോപാൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട്, ഡൽഹിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാലം പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയവും ജാതിയും മതവും ഒന്നും അദ്ദേഹം ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നില്ല. അപ്പോൾ KC വേണുഗോപാലിന് അത് പറ്റുന്നില്ല. പിന്നെ ആർക്കാ ഇത് പറ്റുന്നത് ഏറ്റവും കൂടുതൽ പറ്റുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് പറ്റും, അവർക്ക് പറ്റും, രമേശ് ചെന്നിത്തല അവർക്ക് പറ്റും, അതുപോലെ തന്നെ PJ കുര്യൻ സാറിന് പറ്റും, K മുരളീധരൻ അവർക്ക് പറ്റും. ഇവരെല്ലാം നായർ കമ്മ്യൂണിറ്റിയുമായി ചിലർ നായേഴ്സാണ്, മറ്റുള്ളവർ നായർ കമ്മ്യൂണിറ്റിയുമായും നല്ല ബന്ധത്തിലുള്ളവരാണ്, പെരുന്നാ ബന്ധമുള്ളവരാണ്. അപ്പോൾ അവരെ ഇറക്കി ഇതൊന്ന് പാച്ചപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ് കോൺഗ്രസ് നോക്കുന്നത്. എന്തായാലും വരുന്ന നാളുകളിൽ വലിയ തീരുമാനമുണ്ടാകും. പക്ഷേ സുകുമാരൻ നായർ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും ഇലക്ഷൻ ബന്ധമൊന്നുമല്ല, അതപ്പോൾ തീരുമാനിക്കാം. ഇപ്പോൾ എന്തായാലും ശബരിമല വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് കുറേ നല്ല നിലപാടുകൾ എടുക്കുന്നത് കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ കൂടെ നിൽക്കുന്നു. അതേസമയം മോശം നിലപാടെടുത്താൽ ഞങ്ങൾ നിൽക്കില്ല. കോൺഗ്രസ് ഇതിനകത്തൊരു നിലപാടില്ലാത്ത പാർട്ടിയാണ്. BJP കേന്ദ്രം ഭരിച്ചിട്ടും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് നമ്മുടെ NSS ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസിനെ അനുനയിപ്പിച്ചെടുക്കാൻ കഴിയുമോ NSSന് എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം വീണ്ടും ചർച്ച ചെയ്യുന്നത്.